സോ ഹലോ ഗായ്സ്, ഹലോ. അപ്പം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇത് ഡേ 3 ആണ് ഗൈസ് നമ്മുടെ വീടിൻ്റെ. ഡേ ഈ ഒരു ഇതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ പണി മൊത്തം തീരും. എല്ലാ പണിയും റൂഫ് എല്ലാം തീരും. പിന്നെ നമുക്ക് വരാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഒറ്റ സംഭവം കൂടി മാത്രമേ ഇനി ബാക്കിയുണ്ടാവും. അത് എന്താ പറയുക, കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യണ്ടേ നമ്മുടെ വീട്ടിൽ. അപ്പം അത് മാത്രമേ ഇനി അടുത്തതിൽ വരൂ. അപ്പം ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ വീടിൻ്റെ പണി മൊത്തം തീർക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഗ്ലാസും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി വെക്കാനുള്ള റൂഫാണ്. അപ്പോൾ റൂഫിൻ്റെ പണിയാണ് കുറച്ചുകൂടി ഒരു ഇതുള്ളത്. അപ്പം ഇതാക്കാം. നൈറ്റ് ആയതിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പോയി കിടന്ന് വേഗം എണീച്ച് വേഗം വന്നിട്ടുണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ ഹണി ഫാം. ഇതാണ് എന്താ അറിയില്ല, ഓട്ടോമാറ്റിക് ഇവിടെ വന്നതാണ്. പിന്നെ അവൻ ജസ്റ്റ് ഒരു ഫയർ ക്യാമ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങ് സെറ്റാക്കി ഇവിടെ ഫയർ കൊടുക്കാണ്ട് എടുത്തിട്ടുണ്ട്. നല്ല പണി കിട്ടും ഗൈസ്. ഫയർ എടുത്ത് നെക്സ്റ്റ് ഇതെടുത്ത് അതായത് ജസ്റ്റ് ഒന്ന് തൊടുക. ഓക്കെ, ഹണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഹണി ഫാമാണ്. ഇനിയും കുറേ ഉണ്ടാക്കണമെന്നൊക്കെ ഉണ്ട്. ഇതിൻ്റെ നമ്മുടെ നേരെ കാണുന്നൊരു മൗണ്ടൻ്റെ ടോപ്പിലുണ്ട്. അപ്പം അവിടെ നമുക്കൊരു ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കണമെന്നുണ്ട്. അത് പൊട്ടിച്ചാൽ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യണം. അതെടുത്ത് വെച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ വെക്കാമല്ലോ. പിന്നെ ഗൈസ്, അടുത്ത വീഡിയോ ഇട്ട് നമുക്ക് ഒരു ചെറിയൊരു വീറ്റിൻ്റെ ഒരു ഫാമോ അല്ലെങ്കിൽ പൊട്ടറ്റോ ഫാമോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനാണ് നെക്സ്റ്റായിട്ട് ആലോചിക്കുന്നത്. നമ്മുടെ റൂഫിൻ്റെ സംഭവങ്ങളും ഒക്കെ സെറ്റാക്കാണ്ട് സ്റ്റെപ്സൊക്കെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചത് ഉണ്ട് ഗൈസ്, കയ്യിലുണ്ട് ഗൈസ്. 24 ഉള്ളൂ. നമുക്ക് ഇനിയും വേണമെങ്കിൽ ഇനിയും എടുക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് നമ്മുടെ വർക്ക് അങ്ങോട്ട് തുടങ്ങാം ഗൈസ്. ഡേ 3 ആണ്. ഡേ 3 ഗൈസ്. ഫസ്റ്റ് ഡേ 1 ആയിട്ട് ഇട്ട വീഡിയോ അല്ലേ, അത് വളരെ ലെങ്ത്താണെന്ന് എനിക്ക് തോന്നിയത് ഇപ്പോഴാണ് ഗൈസ്. കാരണം കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി. അതുകൊണ്ട് നിങ്ങളൊന്നും വ്യൂസ് ഒന്നും ചെയ്യുന്നില്ല. ലെങ്ത്ത് ഉള്ളത് കൊണ്ടായിരിക്കുക ചിലപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ കുറേയൊക്കെ ഇങ്ങനെ ചെറുപടാന്നും പറഞ്ഞ് സ്പീഡാക്കിയിട്ടൊക്കെ കാണിക്കുന്നത്. കാരണം നമ്മുടെ ലെങ്ത്ത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ലെങ്ത്ത് കുറഞ്ഞ വ്യൂസ് കുറച്ച് കുറവാണ് ഗൈസ്. കുഴപ്പമില്ല, കൂടുമായിരിക്കുമല്ലേ. ഓക്കെ, സപ്പോർട്ട് ഗൈസ്, സപ്പോർട്ട്. നമ്മുടെ ഫസ്റ്റും സെക്കൻഡും വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കണ്ടാൽ കുറച്ചുകൂടിയും കണ്ടിന്യൂഷൻ കിട്ടും ഗൈസ്. ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ വുഡിൻ്റെത് ഗൈസ്. നമ്മുടെ ഹണിയത പോകുന്ന ഹണി ഇതുപോലെ തന്നെ വെച്ച് ഫുള്ള് റൗണ്ടിൽ വെച്ച് മുകളിൽ ടോപ്പ് വരെ അങ്ങനെ തന്നെ. ഫസ്റ്റ് ഇത് സെക്കൻഡ് വുഡിൻ്റെത്, പിന്നെ വുഡ്, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം ഗൈസ് എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ റൗണ്ടിൽ മൊത്തത്തിൽ ഇങ്ങനെ വെച്ച് പോവാം. പിന്നെ അടുത്തത് വുഡ് വെക്കാം, പിന്നെ അത് വെക്കാം വുഡ്, ഇങ്ങനെ വെച്ച് പോവാം ഗൈസ്. ഇതെന്താണ് വീണ്ടും ഗൈസ്? നമ്മളൊന്ന് കറക്റ്റ് നേരെ തന്നെ നിന്ന് വുഡ് വെക്കണം, അല്ലെങ്കിൽ സീനാ ഗൈസ്. മണി കിട്ടും കയ്യിലുണ്ട് മൊത്തമായി. ഗൈസ് ഇതിങ്ങനെ വെച്ച് പോവാം. അപ്പോൾ ഗൈസ് മൊത്തം കാണാം. ഇതാണ് ഗൈസ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഗൈസ്. അപ്പോഴത്തേക്ക് നല്ലൊരു മഴ അങ്ങോട്ട് പെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിൽ നമ്മൾ വെച്ച മഡങ്ങ് പൊട്ടിക്കാം. ഗൈസ് നമ്മുടെ ഇട്ട ഒരു ഷോർട്സിന് 1K അടുത്ത് വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചാൽ വാട്ടറിൻ്റെ ഉള്ളിൽ ഒരു വീട് വെക്കുന്ന രീതിയിലൊരു ചെറിയ വീട്, സ്മോൾ ഹൗസ് വെക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പം അതിനൊരു 1K30 സംതിങ് വ്യൂസ് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു ഫോർ ഗിവിങ്. പിന്നെ ലൈക്കൊന്ന് ചെയ്യുക ഗൈസ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക മറന്നുകൊണ്ട.
ബെൽ ബട്ടൺ നിൽക്കുക. നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോ അപ്പം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഗൈസ്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലൊരു ഫ്ലോർ പോലെ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റെപ്പ് കാണിച്ചു തരാം എങ്ങനെ വെക്കുന്നതെന്ന്. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, കുറച്ചുകൂടി താഴെ ഗൈസ് ഉണ്ട്. ഓക്കെ റെഡി. ഇവിടെ മേലോട്ട് പോകേണ്ട ആവശ്യമില്ല, ഇത്രയും മതി. അത് കുറച്ച് ഗ്യാപ്പായി പോയി. ഓക്കെ ഇപ്പോൾ റെഡി. ഈ മണ്ടൊക്കെ പൊട്ടിക്കുക ഗൈസ്. ഇങ്ങനെ 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 ഇവിടെ റൂഫ് സെറ്റാക്കാം. പിന്നെന്താ വേണ്ടത്? ഇതൊക്കെ പൊട്ടിച്ച് നമുക്ക് വുഡ് തന്നെ ആക്കാം. കുറച്ച് സ്പേസ് മാത്രം ഉണ്ടാക്കാം. കാരണം മുകളിൽ നമ്മളൊരു സ്റ്റോറേജ് ഏരിയ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്റ്റോറേജ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ സെറ്റാക്കാം. ഓക്കെ ഓക്കെ ഗൈസ്. പിന്നെ ബാൽക്കണി ഗൈസ് എങ്ങനെ ചത്തി എനിക്ക് അറിഞ്ഞൂടാ. ചത്തി നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. വേത്തിൽ എന്താണിത്? ഓരോരോ സാധനങ്ങൾ ചാടി വരുന്നു. അടുത്ത് പോണം. അടുത്ത് ക്രീപ്പറൊക്കെ പൊട്ടി. നല്ല പണിയാണ് ഗൈസ് ക്രീപ്പർ തരുന്നത് നമുക്ക്. അതാ ഗൈസ് നമ്മുടെ ബാൽക്കണി ഇത്രയും സെറ്റായിട്ടുണ്ട്. ലാസ്റ്റ് ബ്ലോക്ക് വെച്ചാലാണ് എന്തോ ഒന്ന് പൊട്ടി നമ്മൾ ചത്തത്. നമുക്ക് ബാക്കിയുള്ള പണിയും കൂടി വേത്തിൽ അങ്ങോട്ട് ചെയ്യാം. ഓക്കെ ഇവിടെ രണ്ട് ഇത് ഇനി വെക്കാനാവില്ല. അതുപോലെ തന്നെ അപ്പുറം വെക്കാം. നമ്മുടെ ഫ്രണ്ടിലൊരു ഒരു ചെറിയ വ്യൂ പോലെ സെറ്റാക്കണം ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് നൈറ്റ് വ്യൂ അടിപൊളി കേട്ടോ ഗൈസ്. കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, വില്ലേജൊക്കെ ആയിട്ട് സെറ്റാണ്. നൈറ്റ് നോക്ക്, ഫുൾ സ്റ്റാറൊക്കെ ആയിട്ട്. സൂപ്പർ സാർ, സൂപ്പർ ഗൈസ്. നമുക്ക് പോയിട്ട് കിടന്നിട്ട് മോർണിംഗ് അങ്ങോട്ട് വരാം. ഓക്കെ ഗൈസ്, മോർണിംഗ് ആയിട്ടുണ്ട്. കുറച്ച് ദൂരേക്ക് പോയിട്ട് ഇതിൻ്റെ ലുക്കൊന്ന് നോക്കാം. ഇനി ഫ്രണ്ടിലും കൂടി അതുപോലെ തന്നെ വെച്ച് ആ സൈഡിലേക്കും കുറച്ച് വെക്കാം. അപ്പം നമ്മുടെ പകുതി ലുക്ക് സെറ്റാവും. ഇവിടെയാണ് കേട്ടോ ഒരു ബാൽക്കണി കൂടി കൊടുക്കുന്നത്. ചെറിയൊരിത് നേരെ ഫ്രണ്ടിൽ തന്നെ. ഓക്കെ അപ്പോൾ ഗൈസ് നമുക്ക് പോയിട്ട് അതിൻ്റെ പണി നോക്കാം. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഒന്നുമില്ല, വുഡ് നമ്മൾ എടുക്കുക, ക്രാഫ്റ്റിംഗ് ടാബിലിടുക, ക്രാഫ്റ്റ് ചെയ്ത്. നമുക്ക് ചെറിയ ബ്ലോക്കാണ് വേണ്ടത്. സ്മോൾ സ്ലാബ് ബ്ലോക്സ് ആണ് വേണ്ടത്. സ്ലാബായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എടുക്കാം. സ്ലാബ് അതെ എവിടെ പോയി? സ്ലാബ് കുറച്ച് സ്റ്റിക്കും കൂടി ഉണ്ടാക്കി വെക്കാം. ഒരു സ്വിച്ച് ഗൈസ്, നമ്മൾ ചില സമയത്ത് ഈ വാതിൽ അടയ്ക്കാനങ്ങോട്ട് മറന്നു പോകും. അപ്പോൾ സ്വിച്ചാണെങ്കിൽ സുഖമല്ലേ ഗൈസ്. എന്നാൽ അപ്പുറം വെക്കുക. ജസ്റ്റ് ഒന്ന് മീൻസ് ടച്ച് ചെയ്ത് ഓപ്പൺ ആയി. പ്ലേറ്റാണ് കുറച്ചുകൂടി നല്ല കേട്ടോ. അപ്പം കുറച്ചുകൂടി കഴിഞ്ഞാൽ പ്ലേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ ഞാൻ സ്വിച്ചാണ് വെച്ചത്. ഗൈസ് നമുക്ക് അതിൻ്റെ പണി നോക്കാം. ഇഷ്ടമായി എന്താ ചെയ്യുക ഗൈസ്, നേരത്തായിട്ട് വേണമെങ്കിൽ സ്വിച്ച് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഫ്രണ്ടിലൊന്ന് പ്ലേസ് ചെയ്യാം. റെഡിക്ക് പുറത്ത് വെച്ചാൽ മതി. പിന്നെ ഫ്രണ്ടിലും കൂടി അങ്ങ് വെച്ചതായി. നമുക്ക് ഇതിൻ്റെ പണി നോക്കാം. ഇതിങ്ങനെ ഓക്കെ. നേരെ ഇവിടെ വേണോ അങ്ങനെ വേണ്ടത്? അല്ലെങ്കിൽ നേരത്തെ തന്നെ വേണോ? നേരത്തെ തന്നെ വെക്കാം, അതായിരിക്കും നല്ല. മുകളിൽ ഒട്ടിക്കാം. അതും കൂടി പൊട്ടിക്കാം. ഓക്കെ, ഒരു ഇതുകൂടി വെക്കാം. നമുക്ക് ചെറിയൊരു സൈഡും കൂടി വെക്കാം. ബാൽക്കണി സെറ്റാണെങ്കിൽ സൈഡിലും കൂടി സെറ്റാക്കിയാൽ വ്യൂ സെറ്റാവും ഗൈസ്. നിങ്ങളുടെ വ്യൂ ഗൈസ് പൊളിയല്ലേ? അത്രേ ഉള്ളൂ ഗൈസ്. നമ്മുടെ വീടിൻ്റെ മൊത്തം പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി വെക്കാൻ മാത്രമേ ഉള്ളൂ ഗൈസ്. എന്നുവെച്ചാൽ നമുക്ക് കുറച്ച്
എന്താ പറയുക, ചെസ്റ്റ്, നമ്മുടെ ബെഡിൻ്റെ സെറ്റപ്പ്, അങ്ങനത്തെ കുറച്ച് സംഭവം കൂടിയുള്ളൂ. അവിടെ കഴിഞ്ഞാൽ സെറ്റായി ഗൈസ്. മുകളിലോട്ട് സെറ്റാക്കിയിട്ടുണ്ട്. എവിടെയാണ് വരുന്നത്, ഇവിടെ നമുക്ക് ഫുഡൊക്കെ വെച്ച് സെറ്റാക്കാം ഗൈസ്. ഇങ്ങനെയാണ് ചെസ്റ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ 2 പ്ലേറ്റ് ആടെ എവിടെയും വരും, എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് വരും. അങ്ങനെ തന്നെ ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ. ഇനി അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ സെറ്റാക്കാം ഗൈസ്. നമ്മുടെ വീടിൻ്റെ പണി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഡേ 3 വീടിൻ്റെ പണി മൊത്തം കഴിഞ്ഞു. അടുത്തത് വരുന്നത് നമ്മുടെ അറേഞ്ച്മെൻറ്റ്സ് ആണ്. വീടിൻ്റെ കുറച്ച് ബെഡ് എവിടെ വരണം, അങ്ങനത്തെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സും കൂടി നമുക്കിനി ബാലൻസ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അത് ഗൈസ്. അപ്പോൾ പുറത്ത് കുറേ സോംബിയും അപ്പോൾ സ്പൈഡറൊക്കെ ഉണ്ടല്ലോ ഗൈസ്. സ്പൈഡർ പൊടാ എൻ്റെ പള്ളി സ്പൈഡർ എന്നെ വിടുന്നില്ല. ചത്ത്. ഇതെവിടെ നിന്ന് വന്ന് ഇടപ്പോ ഗൈസ്. ഡെത്ത്, നെക്സ്റ്റ് ഡെത്ത്. അപ്പോൾ ഗൈസ് വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. നമ്മുടെ വീടിൻ്റെ പണി മൊത്തം കഴിഞ്ഞിട്ട് ഇനിയും പോയാൽ ലോങ് ആയ ഗൈസ്. നിങ്ങൾ കാണാമെന്ന് വെച്ചാൽ വളരെ എന്താ പറയുക, ടൈം എടുത്ത് കാണുക വെച്ചാൽ കുറച്ച് പണിയാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓടിച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ കുറച്ച് ഷോർട്ടാക്കിയിട്ട് ഷോർട്ടാക്കി വെച്ചത് ഗൈസ്. ഇഷ്ടപ്പെട്ടതിൻ്റെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇത് നമുക്ക് എന്തായാലും സെറ്റാക്കാം. അയ്യോ ഞാനിത് 2 പ്രാവശ്യം 3 പ്രാവശ്യം ഇത് റെഡിയാക്കി ഗൈസ്. നിങ്ങൾ കണ്ടില്ലേ, വീണ്ടും പൊട്ടി. ഓക്കെ, ബൈ.